ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ സാറിനെ ഞാൻ ന്യായീകരിച്ചു എന്ന രീതിയിൽ ചില മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് തികച്ചും തെറ്റാണ്. പത്മകുമാർ സാർ തെറ്റ് ചെയ്തു എന്നാണ് ലഭ്യമായ എല്ലാ തെളിവും സൂചിപ്പിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് ശിക്ഷ കിട്ടണം, ജയിലിൽ പോകണം. എന്നാൽ ഞാൻ പറഞ്ഞത് പത്മകുമാർ സാറിന്റെ ആ മാറ്റം പുറകിൽ നിന്ന് കുത്തിയത് വേദനയുണ്ടാക്കി എന്നുള്ളതാണ്. പത്മകുമാർ സാറാണ് അദ്ദേഹത്തിന്റെ 1 മാസത്തെ ശമ്പളം ശബരിമല പ്രക്ഷോഭത്തിന് വേണ്ടി നൽകാമെന്നും ആദ്യ ദിനം പ്രക്ഷോഭത്തിന് ശബരിമലയിൽ എത്താൻ എന്നെയും മുത്തശ്ശി ദേവികി അന്തർജനത്തെയും അമ്മ മല്ലികാ നമ്പൂതിരിയെയും സഹായിച്ചത് എന്നുള്ള പലർക്കും അറിയാവുന്ന ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശബരിമല പ്രക്ഷോഭ കാലത്തും ഒരു ഭാഗത്ത് ശ്രീ പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് എങ്ങനെങ്കിലും ശബരിമല വിധിന്യായം നടപ്പിലാക്കണമെന്ന് നിർബന്ധമായിരുന്നു. മറുവശത്ത് ഞങ്ങൾ വിശ്വാസികൾ ഒരു കാരണവശാലും നടപ്പിലാക്കില്ല എന്ന നിലപാടെടുത്ത് നിൽക്കുന്നവർ. ഇവരെ ബാലൻസ് ചെയ്യാനെങ്കിലും ശ്രമിച്ചത് പത്മകുമാർ സാറാണ്. ശ്രീ വാസുവിനെ ഡൽഹിയിലേക്ക് വിട്ട് ഈ വിധി അട്ടിമറിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി നോക്കുകയുണ്ടായി. പക്ഷേ പത്മകുമാർ സാർ വിശ്വാസികളോടൊപ്പം കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിന്നു എന്നുള്ള കാര്യം സത്യമാണ്. ആദ്യ ദിവസം ഞാൻ അടക്കമുള്ളവർ ശബരിമലയിൽ എത്തിയത് കൊണ്ടാണ് നമുക്ക് അവിടെ പ്രക്ഷോഭം തുടങ്ങാൻ കഴിഞ്ഞത്. ആദ്യ ദിവസം തന്നെ യുവതികളെ തടയാൻ കഴിഞ്ഞത്. ആദ്യ ദിവസം ഒരു 5 യുവതികൾ കയറി ദർശനം നടത്തിയിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യ ദിവസം ഒരു 5 യുവതികൾ കയറി ദർശനം നടത്തിയാൽ പിന്നീട് പ്രക്ഷോഭം നടക്കാനുള്ള സ്പേസ് പോലും ഇല്ലാതാകുമായിരുന്നു. അതിന് അന്ന് പത്മകുമാർ സാർ സഹായിച്ചു എന്നുള്ള സത്യമാണ്. എന്നാൽ പിന്നീട് അദ്ദേഹം വലിയ തെറ്റ് ചെയ്തു. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കാൻ സൂത്രധാരനായി നിന്നു എന്നുള്ളത് വേദനാജനകവും ഏറ്റവും എന്താ പറയണ മനസ്സ് നീറിക്കുന്ന ഒരു കാര്യമാണ്. അതിന് അദ്ദേഹം ശിക്ഷ അനുഭവിക്കണം. ഇനിയും അദ്ദേഹത്തോട് പറയാനുള്ളത്, അദ്ദേഹത്തെ കൊണ്ട് ആരെങ്കിലും ഇത് ചെയ്യിച്ചതാണെങ്കിൽ അദ്ദേഹം അത് തുറന്നു പറയണം. അയ്യപ്പന്റെ കളിമുറ്റത്ത് തിരുമുറ്റത്ത് കളിച്ചു വളർന്ന വ്യക്തിയാണ് പത്മകുമാർ സാർ. അദ്ദേഹത്തിന് കുടുംബത്തിന് ശബരിമലയായിട്ട് ബന്ധമുണ്ട്. ഹരിവരാസനം എഴുതിയ കുടുംബത്തിലെയാണ്. ഇനി ആരെങ്കിലും പത്മകുമാർ സാറിനെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണെങ്കിൽ അത് പറയാനും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം പത്മകുമാർ സാറിനുണ്ട്. എന്തായാലും വിശ്വാസികൾക്ക് അദ്ദേഹത്തോട് ക്ഷമിക്കാൻ കഴിയില്ല, നിയമത്തിന് അദ്ദേഹത്തോട് ക്ഷമിക്കാൻ കഴിയില്ല. അയ്യപ്പനോട് സമസ്താപരാധം പറഞ്ഞ് അദ്ദേഹം തെറ്റ് ഏറ്റുപറയുക, കുറ്റക്കാരുണ്ടെങ്കിൽ കൂടുതൽ കുറ്റക്കാരെയും അദ്ദേഹത്തിന്റെ പുറകിൽ നിൽക്കുന്നവരെയും കൊണ്ടുവരിക. അയ്യപ്പൻ അദ്ദേഹത്തോട് ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ആരും പത്മകുമാർ സാറിനെ ന്യായീകരിച്ചതല്ല. പക്ഷേ നടന്ന എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.